നാലാം തവണയാണ് നാലാം തവണ. ഇത്തവണ കുറച്ചൊരു പ്രത്യേകത KPCC അധ്യക്ഷനായിട്ടാണ് മത്സരം. അതെ അതുകൊണ്ട് ഭൂരിപക്ഷം കൂടും. പക്ഷേ 2011 തോപ്പിച്ച് ശൈലജ ടീച്ചർ മട്ടന്നൂർ ഇങ്ങോട്ട് വരുന്നു. മട്ടന്നൂരും കുത്തുറമ്പിലും പോയി. കുത്തുറമ്പ് മട്ടന്നൂർ വഴി പേരാവും. കുറച്ചുകൂടെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് എതിരാളി. അതൊക്കെ നമ്മളൊരിക്കൽ തോൽപ്പിച്ചതാണ്. ഷാഫി വലിയ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചതാണ്. ഇവിടെ UDF വളരെ ഭദ്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 12,000 വോട്ടിന്റെ ലീഡുണ്ട്. അതിനേക്കാൾ കൂടും. UDF ഇൻടാക്റ്റ് ആണ്. ഞാൻ KPCC പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് സമയത്ത് ഡൽഹിയിലും തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ UDFന്റെ നിയോജകമണ്ഡലം ചെയർമാനാണ്, പഞ്ചായത്തിന്റെ കൺവീനറാണ്. ഇവരെല്ലാവരും അതാത് സ്ഥലങ്ങളിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം, കോർഡിനേറ്റഡ് എഫർട്ട്, അറ്റംപ്റ്റ്, ഹാർഡ് വർക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്, ജനമനസ്സ് അനുകൂലമാണ്. വികസന കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ മരം മുറിച്ചതിന്റെ കഥ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് വാട്ട് ഐ ആം. ഈ മൂന്നാം ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രചരണമായി. ഇപ്പൊ എന്തിനാണ് ഏത് ശബരിമല സ്വർണ്ണക്കൊള്ള വന്നു, ഡീല് വന്നു, ഇപ്പൊ ഏതാണ് കൂടുതൽ? ജനങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ. ഒറ്റ കാര്യം മാത്രമല്ല, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ അവഗണന, വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തത്, ശബരിമല കൊള്ള മാത്രമല്ല, സ്വർണം കവർന്നത് മാത്രമല്ല, സ്വർണ്ണ കവർച്ചക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ആ പ്രതികളുടെ പേരിൽ പാർട്ടി കമാന്നൊരു നടപടി സ്വീകരിച്ചില്ല, ഒരക്ഷരം നടപടി സ്വീകരിച്ചില്ല. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി, പത്മകുമാറിനെ അകത്തുനിന്ന് ജയിലിൽ നിന്ന് പുറത്താക്കി, കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പത്മകുമാറിനെ ജയിലിൽ നിന്ന് പുറത്താക്കി. അതാണ് CPM. എന്നിട്ടിപ്പോ പത്മകുമാറിനെ അകറ്റി നിർത്തുക. അപ്പൊ ഇത്രയും നേരം അടുപ്പിച്ചാ നിർത്തിയത്. ഇപ്പൊ അകറ്റി നിർത്തിയാൽ അത് എത്ര അകലവാ, എത്ര നാളത്തെ അകലവാ? തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, കാവട്യമാണ്. ആ ജനങ്ങൾ മനസ്സിലാക്കി. മാർക്സിസ്റ്റ് അണികൾ തന്നെ ഇതിൽ പ്രതിഷേധമുള്ളവരാണ്. അവരുടെ നിശബ്ദ പ്രതിഷേധം ബാലറ്റ് പേപ്പറിലൂടെ അവർ പ്രകടിപ്പിക്കും. SDP വോട്ടുകൾ ആർക്ക് എന്നുള്ള ചർച്ചയാണ്. മുഖ്യമന്ത്രി കൃത്യമായി ഇന്നലെ ഞാൻ കണ്ടത് ശിവൻകുട്ടി മറുപടി പറയുന്ന നിയമത്ത് കൊടുക്കുന്നു പറഞ്ഞു. ശിവൻകുട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞതിന് ശിവൻകുട്ടി നന്ദി പറഞ്ഞു. മുഖ്യമന്ത്രിയോട് ആ ചോദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രകോപിതനായി. ദാറ്റ് മീൻസ് വാട്ട്? ശരി, ഇന്ന് കൊല്ലത്തും പുള്ളി പത്രസമ്മേളനത്തിൽ എഴുന്നേറ്റ് പോയി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതിനെ നിങ്ങളിങ്ങനെ എഴുന്നേപ്പിച്ച് വിടുന്നതിൽ നമുക്ക് പ്രയാസമുണ്ട്. പുള്ളി കുറച്ചും കൂടെ പറയട്ടെ. കുറച്ചുകൂടെ പറയുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ പറയുന്നില്ല, കുറച്ചുപേരെയും കൂടെ ചെറ്റാന്ന് വിളിക്കട്ടെ, കുറച്ചുപേരും കൂടെ വീട്ടിൽ പോയി ചോദിക്കുന്ന പറയട്ടെ. ഒപ്പം ഇന്നലെ MA ബേബി CPM ജനറൽ സെക്രട്ടറി പറഞ്ഞത് ശബരിമലയിൽ യുവതികളെ കയറ്റുന്നത് ഞങ്ങളുടെ രീതിയല്ല, അത് കുറച്ചുകൂടെ സമയം വേണം, ഇതൊരു മാറ്റം, അതായത് പ്രകടമായൊരു മാറ്റം തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ടാണോ? അതിനൊക്കെ ഇരട്ടത്താപ്പെന്ന് പറയും, പച്ച മലയാളത്തിൽ പറഞ്ഞു, കാവഡ്യം എന്ന് പറയും, ജനവഞ്ചന എന്ന് പറയും. അപ്പോൾ നേരത്തെ നടത്തി എന്തായിരുന്നു നടത്തിയില്ലേ? അതൊക്കെ പിൻവലിച്ചോ? അതിനായിട്ട് സദസ്സ് നടത്തിയില്ലേ? മതില് നടത്തിയില്ലേ? വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നടത്തും? ആ പാർട്ടിയാണ് CPM പാർട്ടി.